വീഡിയോയ്ക്ക് സാധനം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. എന്നാലും പറയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് പോകാൻ നിൽക്കാണ്. അതാണ് നേരം വെളുത്ത തന്നെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 15 കാടമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് പൊടികളൊക്കെ ഇട്ടാൽ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി ഒരു 5-8 എണ്ണം ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 സവോള അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ കാടമുട്ട റോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പൊടികൾ. ഒന്നും കൂടി ഞാൻ പറയാട്ടോ, കാരണം നേരത്തെ കാണിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ശരിയായില്ല. മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മുട്ടയ്ക്കും പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് കൊടുക്കുന്നത് മുട്ട പൊടിയാണ്ടിരിക്കാനും പിന്നെ അതുപോലെ മുട്ടയ്ക്ക് ഇത്തിരി ഉപ്പിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം. നമുക്ക് ഓരോ മുട്ടയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയ്ക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് എടുക്കും മുട്ടയ്ക്കും വെന്ത് വരാനായിട്ട്. മുട്ടയ്ക്കും നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ടാ. ഇപ്പം ഏകദേശം ഇതൊരു 3 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മളിത് വെച്ചിട്ട്. 7 മിനിറ്റ് കൂടെ വേണം കേട്ടോ. കാടമുട്ടയ്ക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് എടുത്തിടാം. കാടമുട്ടയ്ക്ക് നമുക്ക് ഒരു കയ്യിലുകൊണ്ട് കോരി എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റോസ്റ്റിനെ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അതിനുശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ സബോളയും കൂടി ഇട്ട് കൊടുക്കാം. സബോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയും ഇട്ട് കൊടുക്കാം. സബോളയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും. ഇത് രണ്ടും പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വാടി പേസ്റ്റ് രൂപമാവണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് മണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി വരെ കുറവാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കുറച്ച് എരിവിനും ഒരു മണത്തിനൊക്കെയാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കൂട്ടാനൊക്കെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിക്കാം. ഈ കറിയുടെ നമ്മുടെ കുഴമ്പൊക്കെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഈ കറിയുടെ ഈ മസാലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. എന്തായി നോക്കാട്ടെ. തിളച്ചിട്ടുണ്ട്. നമുക്കറിയാം രാവി വരുമ്പോൾ തന്നെ. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി നോക്കേണ്ടത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ.
അപ്പം നമുക്ക് ഈ സമയത്ത് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം. അല്പം ഉപ്പ് കുറവുണ്ടാകുന്നു, അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാടമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. കാടമുട്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയിലേക്ക് ഈ മസാലയ്ക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റോളം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ മൂടിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇത് നല്ല പോലെ മുട്ടയിലൊക്കെ നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുഴമ്പായി കിട്ടണം. അതാണ് കാടമുട്ട റോസ്റ്റ് അപ്പോഴാണ് റെഡി ആവുള്ളൂ. നമുക്കിതിൽ കുറച്ചും കൂടി ചാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. കാടമുട്ടേൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.